നിങ്ങൾ അബ്ദുൽ കലാമിനെ പോലെയും മലാല യൂസഫ് സായിയെ പോലെയും ബുദ്ധനെ പോലെയും യേശുദേവനെ പോലെയും മുഹമ്മദ് നബിയെ പോലെയും ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കഴിവുള്ളവരാണ്. നിങ്ങൾ ഇന്നീ കാണുന്ന കഞ്ചാവും ചരസും ഭങ്ങും ഹാഷിഷും ബ്രൗൺ ഷുഗറും പത്തടിനും അടിച്ച് ഒടുവിൽ നിന്ന് MDMA എത്തിയിട്ട് നശിച്ച് 5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ എല്ല് പൊടിഞ്ഞു തീരും. MDMA തൊട്ടവൻ പേടിച്ചോ? നിങ്ങൾക്കടുത്ത തലമുറയുണ്ടായാൽ മക്കളെ, ആ തലമുറയ്ക്ക് മാരകമായ രോഗങ്ങൾ വരും. ഇന്ന് ലോകത്തിൽ 143 കോടി ജനതയുള്ള ഭാരതത്തിൽ 23-24% യുവതയാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക്. അവരെ മുഴുവൻ കാർന്നു തിന്നാൻ പറ്റുന്ന സാധനമാണ് ഇന്ന് കെമിക്കലായിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. വാതിലിന് മുട്ടാൻ നോക്കുകയാണ്. അതിൻ്റെ പേരാണ് MDMA. പണ്ട് MA മലയാളം, MA ഇംഗ്ലീഷ്, MA സയൻസ്, പിന്നെ സോഷ്യൽസ് എന്നൊക്കെ കിട്ടുന്നില്ലേ. ഇപ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു MDയും കൂടി വന്നിട്ടുണ്ട്. ഡോക്ടർ മെഡിസിനല്ല, കെമിക്കലാണ്. എല്ല് പൊടിഞ്ഞു പോവും. ഞാൻ പറഞ്ഞല്ലോ, ബിവറേജിൽ പോയി നിൽക്കുകയാണ് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. 670 കോടിയുടെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കുടിച്ചത് കേരളീയർ. ഇഷ്ടമുള്ള സാധനമല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൊണ്ടുവച്ചിരിക്കുന്നതൊന്നും അല്ലല്ലോ, കുറച്ച് കുടിച്ചാൽ നമുക്കിഷ്ടം അല്ലേ. എന്നാലും വിടില്ല. ഒരു സ്ഥലത്ത് ഈ മദ്യവും ഇതൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ എന്ന കഥയുണ്ട്. 2 ക്ലാസ്സിൽ ഒന്നിൽ ഇതുപോലെ പച്ചവെള്ളം എടുത്ത്, ചൂടുവെള്ളമാണ്, പച്ചവെള്ളം എടുത്ത് മറ്റേ ക്ലാസ്സിൽ ഈ ഇതുണ്ടല്ലോ വൈറ്റ് റമ്മ് പോലെയുള്ള ചാരായം പോലെയുള്ള എന്തോ സാധനം ഒഴിച്ചു. എന്നിട്ടൊരു പരീക്ഷണം കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മണ്ണിരയെ പിടിച്ചിട്ട് 2-നകത്ത് വിട്ടു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാരായത്തിനകത്തുള്ള മണ്ണിരകൾ മൊത്തം ചത്തുപോയി. മറ്റേ വെള്ളത്തിനകത്തുള്ള ഇങ്ങനെ കളിക്കുന്നുണ്ട് അല്ലേ, ചാവില്ലോ. ഡോക്ടർ ചോദിച്ചു, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അപ്പം വ്യക്തം പറഞ്ഞു, ചാരായം കുടിച്ചാൽ വയറ്റിലുള്ള കൃമികളെല്ലാം ചാവും. അതിനും ഒരു ന്യായീകരണം. ടെൻഷൻ പോവാനാണ് കുടിക്കുന്നത്. ആത്മാവിനൊരു പുക കൊടുക്കുക. പൊതുസ്ഥലങ്ങളിൽ എന്തിനാ പുകവലി നിരോധിച്ചത്? എന്നാൽ പിന്നെ മറ്റവൻ്റെ ആത്മാവിന് കുറച്ച് കിട്ടിയാൽ നല്ലതല്ലേ. ഇതത്ര നല്ല സാധനമൊന്നും അല്ല. എന്നിട്ടും നമ്മൾ വിടുന്നില്ല. എന്ത് പരസ്യം കാണിച്ചിട്ടും കാര്യമില്ല. ഈ മനസ്സിലാവാത്ത ഹിന്ദി മലയാളത്തിലേക്ക്, മലയാളം ഹിന്ദിയിലേക്ക് ആക്കിയിട്ടുള്ള പരസ്യമൊക്കെ കേട്ടില്ല. സിനിമ ടാക്കീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കണ്ടാൽ പോലും നമ്മൾ നിർത്തൂല. പക്ഷെ നല്ല വെള്ളം കുടിക്കുക. ഞാൻ പറയുക, ചായയും കാപ്പിയും പോലും കുറച്ചോളൂ. സത്യത്തിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വിദേശികളോട് ഭരിച്ച കാലത്ത് കൊണ്ടുവന്നുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഈ ചായത്തോട്ടങ്ങളൊക്കെ. അവരുടെ ബിസിനസ്സാണ്. ഇന്നും ഇതിൻ്റെ പങ്ക് പറ്റുന്നത് അവരാണ്. നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലാണ് ഈ സ്ഥലമൊക്കെ ഉള്ളതെന്നാണ്. ഏത് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെയുള്ള ചായത്തോട്ടങ്ങളേ, ഇതൊക്കെ 100 കൊല്ലത്തേക്കും 93 കൊല്ലത്തേക്കൊക്കെ എഴുതി കൊടുത്തു പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പാട്ടത്തിന് കൊടുത്ത സ്ഥലത്താണ് ഇപ്പം ചായത്തോട്ടം ഉള്ളത്. ഈ ഇല മാത്രമല്ല, ഇതിൻ്റെ അകത്ത് പല ഇലയും ചേർത്തിട്ടാണ് നമുക്ക് ചായപ്പൊടിയും കിട്ടുന്നത്. കാപ്പിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബ്രസീലിൽ നിന്ന് വന്ന സാധനമാണ്. ഇന്ന് നമ്മളൊക്കെ കാപ്പിയും ചായയും കഴിക്കുന്നവരാണ്. കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കുറയ്ക്കെങ്കിലും ചെയ്യണം. നല്ല വെള്ളം കുടിച്ച് അധികം ഭക്ഷണം കഴിക്കാതെ രാവിലെ ക്ഷേത്രത്തിലേക്ക് വരിക. സമീപത്തൊക്കെയാണ് വീടെങ്കിൽ പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ 2 കിലോമീറ്റർ നടക്കാനാണെങ്കിലും വിചാരിച്ചോളൂ, രാവിലെ നടക്കുന്നത് നല്ലതാണ് അല്ലേ? ആണോ? ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചെന്നാൽ എന്താ പറയുക? അയ്യോ, എനിക്ക് ഈ കയറ്റം കയറുമ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ കിടപ്പം മതിയോ, ഇറക്കാനാ വെച്ചാൽ തീരെയും പറ്റൂല. കിടന്നാൽ എണീക്കാനാവില്ല, ഇരുന്നാൽ എണീക്കാനാവില്ല. അപ്പോൾ ഡോക്ടർ പറയൊരു കാര്യം ചെയ്യും, നിങ്ങൾ ദിവസം കുറച്ച് നടക്ക്. അത് മാത്രം എന്നോട് പറയരുത്. നിങ്ങൾ രാത്രി ഭക്ഷണം ഒഴിവാക്കുക, അത് തീരെ പറയില്ല. പരമാവധി തിന്നുക എന്നുള്ളതാണ് ഞങ്ങളുടെ കലാപരിപാടി.
അതിപ്പോൾ വീട്ടിലും ഉണ്ടാക്കാറില്ല. ഇപ്പം ഹോട്ടലിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരികയോ ചെയ്യും. എന്താ കൊണ്ടുവരുന്നത്? ചോറും സാമ്പാറുവാ ആണോ? എന്തൊക്കെയാണ് അതിൻ്റെ പേര്? ഒരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുക എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക? ആദ്യം അവർ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട് എന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ പറയുക? ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം തോന്നി നാളെ അങ്ങോട്ട് വരാണ്ടാക്കരുത്. എന്താ പറയുക? മന്തിയുണ്ട്, ഷവർമ്മയുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് തുറങ്ങുക. അപ്പം ഞാൻ ചില ഹോട്ടലിൽ പറഞ്ഞാൽ പോയിട്ട് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ചോദിച്ചാൽ താഴേക്ക് വരട്ടെ, താഴേക്ക് വരട്ടെ, താഴേക്ക് വരട്ടെ, താഴേക്ക് വരട്ടെ. അവസാനം എത്തി നിൽക്കുന്ന ഇഡ്ഡലിയുണ്ട്, അത് വരട്ടെ എന്ന് പറയും. മന്തി എന്ന് പറഞ്ഞാൽ തന്നെ കുരങ്ങ് എന്നാണ് അർത്ഥം. മന്ദബുദ്ധിയായവൻ. കരിമന്തി എന്ന് കേട്ടിട്ടില്ലേ? കരിങ്കുരങ്ങ്, കരിമന്തി രസായനം. ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുക. അതായത് മനുഷ്യൻ്റെ അത്ര ബുദ്ധിയില്ല, കുറച്ച് മന്ദനാണ്. മനുഷ്യനെ പോലെ പല ചേഷ്ടകളുണ്ട്, പക്ഷെ കുറച്ച് മന്ദനാണ്. ഇന്ന് ഏകദേശം മനുഷ്യൻ അവൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നു, അതുകൊണ്ട് തിരിച്ചു വിടുന്ന എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മന്തി നമ്മളാണ്, കുരങ്ങനാണ്. അങ്ങനെയായിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഒരു പക്ഷേ മന്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം മന്തി എന്ന് പേര് കൊടുത്തത്, കുഴിമന്തി. സത്യത്തിൽ ഞാനൊരിക്കലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഴിമന്തിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ്. എനിക്കിതിനെക്കുറിച്ച് അറിയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഇംഗ്ലീഷാണ് കണ്ടത്. ഞാൻ വായിച്ച കുഴിമാന്തി എന്നാണ്. അപ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കുഴിമാന്തി അല്ല മാഷേ, കുഴിമന്തിയാന്ന് പറഞ്ഞു. ആ, താഴെ മലയാളത്തിൽ ചെറുങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ വലുതാക്കി എഴുതി വെച്ചിരിക്കുക. പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായി സത്യത്തിൽ അതിൻ്റെ പേര് കുഴിമന്തി അല്ല, കുഴിമാന്തിയാണ്. മനുഷ്യൻ്റെ കുഴിമാന്തുന്ന പരിപാടിയാണ്. മനുഷ്യന് കുഴിമാന്തി, സ്വയം മാന്തുകയാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. അതിനാണ് ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്, മുട്ട കഴിക്കരുത് എന്നൊക്കെ പറയുന്നില്ല. നമ്മൾ വിചാരിക്കും ഇതെന്താ കഴിച്ചാലിപ്പം ദൈവം കോപിക്കാം. ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അഹം ബ്രഹ്മാസ്മിൻ, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ബ്രഹ്മം. എൻ്റെ ഉള്ളിലുണ്ട്, ഈ വൃക്ഷങ്ങളിലുണ്ട്, ഈ അന്തരീക്ഷത്തിൽ, ഈ വായുവിലും മണ്ണിലും നക്ഷത്രങ്ങളിലുമൊക്കെ ഉണ്ട് ഈശ്വര. സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. ഗീതയിൽ ഭഗവാൻ പറയുകയാണ്, സർവ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരനുണ്ട്. എവിടെയാണ് ഈശ്വരൻ ഇല്ലാത്തത്? ക്ഷേത്രത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വിളിച്ചുകൊണ്ടുവരൊന്നും വേണ്ട. പക്ഷെ ഇവിടെയുള്ള പ്രതിഷ്ഠയിലൂടെ, വിഗ്രഹത്തിലൂടെ ആ ഈശ്വരീയ ചൈതന്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തു വെച്ചിരിക്കാനുള്ള ചില ടെക്നിക്സ് ഉണ്ട്. ഒരു സംശയവും വിചാരിക്കേണ്ട. ഷഠാധാര പ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. ആദികമഠവും അതിന് പൂർണ്ണകുംഭവും തുടങ്ങിയിട്ട് 6 ഘട്ടങ്ങളിലായിട്ട് അവസാനം ആധാരശിലയെ, 6ാമത് ആധാരശിലയെ വെച്ചുകൊണ്ട് ഷഠാധാര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ഷഠാധാര പ്രതിഷ്ഠയിൽ കൊടിമരമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള ഒരു ഊർജ പ്രേരണം നടക്കുന്നുണ്ട് എന്ന് നാസ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവര് ഭാരതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ പരീക്ഷണം നടത്തട്ടെ എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ ഭാരതീയരായ ആളുകളോട്, അതായത് ഇവിടുത്തെ അധികാരിമാരോട്, കേന്ദ്ര സർക്കാരിനോട്. പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ കേരളത്തെ ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ നിങ്ങളൊക്കെ പോയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ താഴികക്കുടത്തിൽ നിന്ന് ഇതുവരെ ശാസ്ത്രത്തിനറിയാത്ത ഏതോ ഒരു തരത്തിലുള്ള തരംഗം പ്രസരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല, നാസ പറഞ്ഞാണ്. എങ്ങനെയാണ് പ്രാചീന കാലം മുതൽ തപസ് ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെട്ടത്? മുഹമ്മദ് നബി തപസ് ചെയ്തിരുന്നു. മെഡിറ്റേഷനാണ്. റമദാൻ മാസമല്ലേ ഇത്? യേശുദേവൻ തപസ് അനുഷ്ഠിച്ചിരുന്നു. ബുദ്ധൻ തപസ് ചെയ്തു. അങ്ങനെയാണല്ലോ ഗൗതമ ബുദ്ധനായത്. സിദ്ധാർത്ഥ രാജകുമാരൻ. ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്തിരുന്നു. ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ചിരുന്നു. ലോകത്തിലെ മഹാന്മാരെല്ലാം, നോസ്ത്രഡാമസ് എന്ന് പറയുന്ന സന്യാസിയൊന്നും ആയിരുന്നില്ല. ഫ്രഞ്ചിലെ ആദ്യം ജൂതനായിരുന്നു. പിന്നെ അവിടെ ചില വിഷയങ്ങളായപ്പം ജൂത മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായിട്ട് മാറിയിട്ടുള്ള കുടുംബമായിരുന്നു ഫ്രാൻസിലെ നോസ്ത്രഡാമസ്.
ആ നോസ്ട്രദാമസ് ധാരാളം പ്രവചനങ്ങൾ ലോകത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ആളാണ്. നോസ്ട്രദാമസിന്റെ പ്രവചനങ്ങൾ എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, നോക്ക്. ഇന്നത്തെ ഭാരതത്തിന്റെ അവസ്ഥ പോലും കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. ഇനി വരാൻ പോകുന്ന ഭാരതത്തെക്കുറിച്ചും പറയുന്നു. ഇനി ആർക്കെങ്കിലും അടിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ട് തരാം, എന്നെ വിളിച്ചാൽ മതി, വാട്സപ്പ് ചെയ്തില്ല. ഞാൻ ഇന്നത്തെ ഭാരതത്തിൻ്റെയും വരാൻ പോകുന്ന ഭാരതത്തിൻ്റെയൊക്കെ അവസ്ഥ 2001 മലയാളത്തിന് അതിന് പതിപ്പുണ്ടായത്. കോഴിക്കോടാണ് ഉണ്ടായിട്ടുള്ളത്, അവർ ഗ്രാഫിക്സിൽ. അതുവരെ മലയാളത്തിൽ വന്നില്ല, പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ഇംഗ്ലീഷിൽ തന്നെ നോസ്ട്രദാമസിൻ്റെ പ്രവചനങ്ങൾ. അദ്ദേഹം ക്രിസ്ത്യൻ മത അനുയായി ആയിരുന്നു. എന്നിട്ട് പോലും ബ്രാഹ്മമുഹൂർത്തത്തിന് മുൻപേ സരസ്വതി യാമത്തിൽ, ഇന്നത്തെ സമയം വെച്ചാൽ 2:30-നും 4 മണിക്ക് ഇടയിൽ എഴുന്നേറ്റ് മണിക്കൂറുകളോളം ധ്യാനനിരതനാവും. എന്നിട്ടാണ് അയാൾക്ക് ഓർമ്മശക്തിയും പ്രവചനശേഷിയും വർദ്ധിപ്പിച്ചത്. ഏതു മഹാനെ പഠിച്ചോളൂ, ശാസ്ത്രജ്ഞനെ പഠിച്ചോളൂ, മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരുപയോഗിച്ചത് ഒന്ന് മെഡിറ്റേഷനാണ്. ഇതിന് നല്ല സ്ഥലമാണ് ക്ഷേത്രം. പൂജാമുറിയേക്കാളൊക്കെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കണം. അതിനാണ് അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ, തുളസിച്ചെടി മുതൽ ആൽ വരെയുള്ള വൃക്ഷങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു പോകുന്നത്. ആലിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരുന്ന നിങ്ങൾ മമ്മൂട്ടിയുടെ ഏതോ ഒരു സിനിമയുണ്ടല്ലോ, അയ്യർ ദി ഗ്രേറ്റോ, അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, CBI ഡയറി കുറിപ്പ്, ഇതിലൊന്നിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഇങ്ങനെ ആ ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നതായിട്ട്. അപ്പം മുകേഷ് മറ്റൊരു പോലീസുകാരനാണ്, അയാൾ അങ്ങോട്ട് വന്നിട്ട് എന്തോ സാർ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ നല്ല ഓക്സിജൻ കിട്ടും, ഓസോൺ എന്ന് പറയുന്നത്. അന്തരീക്ഷം ശുദ്ധമാവണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പെട്ടെന്ന് മലിനമാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അതാണ് നമ്മൾ വ്രതങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്ത് തരം ഭക്ഷണമായിരിക്കണമെന്ന് ചിന്തിക്കേണ്ടത്. സാത്വിക ഭക്ഷണങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. സാത്വിക വ്രതം എടുക്കണം. സാത്വിക വ്രതത്തിൽ സത്യത്തിൽ ഒരു ഭക്ഷണവും കഴിക്കരുത്. ഉത്തമവ്രതം എന്ന് പറയും സാത്വിക വ്രതം. മധ്യമവ്രതമാണെങ്കിൽ വല്ല ജ്യൂസ് പോലെയുള്ള സാധനങ്ങളോ ഒക്കെ കഴിക്കാം. പലപ്പോഴും ഇന്ന് നാട് മുഴുവനുള്ള വ്രതങ്ങൾ എന്താണ്? ഉത്തമവുമല്ല മധ്യമവുമല്ല, അധമവ്രതങ്ങളാണ്. നമ്മൾ തിരുവാതിരയൊക്കെ വരുമ്പോൾ ആഘോഷിക്കും. ചില ആളുകൾ ഞാനിന്ന് ഏകാദശിയാണല്ലേ, എനിക്കിന്ന് തിരുവാതിര നോമ്പാന്നൊക്കെ പറയും. എന്നിട്ട് ചോറൊന്നും ഉണ്ടാക്കിയില്ല, പിന്നെ മീനും പൂള എന്ത് ഇവിടെ വേണം തിന്നാന്നത്, മീനിട്ട് പൂള പോയി തിന്നുക. സാധാരണ ഇത്രയും അരിയുടെ ചോറ് തിന്നുന്ന സ്ഥാനത്ത് 2 കിലോ പൂള തിന്നുക, ഒരു ഗുണവുമില്ല. ഒന്നുകിൽ ഒന്നും കഴിക്കാതെ ഇരിക്കണം, ഇല്ലെങ്കിൽ നല്ല പഴങ്ങളോ ജ്യൂസുകളോ കഴിക്കുക, ഇല്ലെങ്കിൽ നല്ല കിഴങ്ങുകൾ കഴിച്ചിട്ട്. തിരുവാതിരയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? എട്ടങ്ങാടി അല്ലേ, 7 കിഴങ്ങുകളും നേന്ത്രക്കായും ചുട്ടെടുത്തിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കണം. ചെറുകിഴങ്ങ് നനക്കിഴങ്ങൊക്കെ ആയി കിടക്കുന്ന കിഴങ്ങുകളും ചേമ്പും ചേനയും കാച്ചിലും കണ്ടിക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ട് ചുട്ടെടുക്കണം. പുതിയ തലമുറയ്ക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് തിരുവാതിര ആഘോഷം, ശിവൻ്റെ പിറന്നാളാണ്, മഹാദേവൻ്റെ. ആ ദിവസം വ്രതനിഷ്ഠരായിട്ട് തലേദിവസം മുതൽ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് വ്രതനിഷ്ഠരായിട്ട്, പ്രത്യേകിച്ച് യുവാക്കന്മാരൊക്കെ, യുവതികൾ കൂടുതൽ, അമ്മമാർ കൂടുതൽ, അവരാണ് ചെയ്യേണ്ടതെന്നാണ് പറയുക. വീടിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവർ വൈകുന്നേരമൊക്കെ തുടിച്ച് കുളിക്കുക എന്ന് പറയും. അതായത് ശരീരത്തിലൊക്കെ ഔഷധം തേച്ച് പിടിപ്പിച്ചിട്ട് നീന്തി കുളിക്കണം. അത് കഴിഞ്ഞ് നല്ല കുറിയൊക്കെ തൊടാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പാതിരാപ്പൂ ചൂടുക. രാത്രിയിൽ വിടരുന്ന നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ. നമ്മളെ വീട്ടിലിപ്പം വല്ലതും ഉണ്ടോ അങ്ങനെയുള്ള പൂക്കൾ? പൂക്കളില്ലാത്ത ചെടികളല്ലേ ചട്ടിയിലുള്ളത് അല്ലേ? ഒറ്റ പൂവിനെ നമ്മൾ വീട്ടിലുണ്ടാക്കില്ല. ഇപ്പം ചട്ടിക്കകത്ത് വേരിങ്ങനെ ചുരുണ്ട് കിടക്കുന്നതാണ്. ചട്ടി പൊട്ടിച്ച് നോക്കിയാൽ അറിയാം. നല്ല പൂക്കളെ നമുക്ക് ഇഷ്ടമല്ല. ഇത് ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഈ തെച്ചിയിലും ഈ എമ്മമ്പറമ്പിലൊക്കെ പണ്ട് ഞാനിങ്ങനെ ഇഷ്ടംപോലെ നടന്ന സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ ഈ നാട്ടുകാരനൊന്നുമല്ല, ഞാൻ വയനാട്ടുകാരനാണ്. പിന്നെ ഞാനിതിലൂടെയൊക്കെ വെറുതെ നടക്കുകയായിരുന്നു. അന്നൊക്കെ ഈ അരിപ്പൂവില്ലേ, ചുള്ളിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. ചെമ്പരത്തി വേലികളുണ്ടായിരുന്നു ഇവിടെയൊക്കെ.
ഇത് ചെമ്പരത്തി വേലികളുണ്ടോ? എവിടെയെങ്കിലും ചെമ്പരത്തിൻ്റെ കൊമ്പ് കുത്തിയിട്ട് വേലി ഉണ്ടാക്കിയിട്ടുണ്ടോ? മതിൽ കെട്ടി അടച്ച് ഗേറ്റ് വെച്ച് പൂട്ടി. എൻ്റെ വീട്ടിലുണ്ട് ഗേറ്റ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ആകെയുള്ളൊരു പ്രത്യേകം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉയർന്ന സ്ഥലത്ത്, അതുകൊണ്ട് വെള്ളം കയറില്ല. വെള്ളം കയറിയ വീടുകളിൽ അവിടേക്ക് കയറാൻ ആളുകൾക്ക് പറ്റുന്നില്ല. ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്, മതിലുണ്ട്. എവിടെയാണ് അവിടുത്തെ ടോയ്ലറ്റിൻ്റെ സംവിധാനങ്ങളുള്ളത്, ടാങ്കുള്ളതെന്നൊന്നും അറിയില്ല. സേഫ്റ്റി ടാങ്കൊന്നും. പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, പോലീസുകാരും ഫയർ സർവീസുകാരും ഒക്കെ വരുമ്പോൾ നാട്ടുകാരെയും കൂട്ടിയിട്ട് പോകണം. പക്ഷെ നാട്ടുകാരെ കിട്ടുന്നില്ല, നാട്ടുകാരെ ഓടിപ്പോയിരിക്കുകയാണ്. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ മതിലൊക്കെ കെട്ടിയിട്ട് ഗേറ്റും വെച്ച് വീടിന് ഭയങ്കരമായിട്ടുള്ള സംവിധാനങ്ങൾ മുകളിൽ നിന്ന് നോക്കാൻ ഒരാളുണ്ടെന്ന് പറയല്ലേ, എന്താ പണ്ട്. ഇപ്പോൾ അയാളാണ് മുകളിൽ നിന്ന് നോക്കുന്നത്, CCTV അതും പിടിപ്പിച്ച്. ഇപ്പോൾ ഓരാഞ്ഞിട്ട് വാതിലിൻ്റെ ഇത് വാതിലിനൊരു ലെൻസ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുക ആരാ വന്നേന്ന്. 2 നായ്ക്കൾ വേറെയും. നമ്മുടെ വീടിന് സുരക്ഷിതത്വം വേണം, പക്ഷേ നമ്മൾ അലങ്കരിച്ച് നമ്മുടെ ആചാരങ്ങളെ മൊത്തം മറന്നുപോയി. നന്മകളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ മതിൽക്കെട്ടിനുള്ളിലുള്ള ചെറിയ മുറികളിൽ ഒതുങ്ങി പണ്ടൊക്കെ കോഴിക്കോടുകാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോവുക എന്നുള്ളതിന് പച്ച മലയാളത്തിൽ പറഞ്ഞിരുന്ന പേരെന്താണ്, എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? പറമ്പ് പോവുക, വെളിക്ക് പോവുക, കണ്ടത്ത് പോവുക എന്നൊക്കെയായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ പേര് കേട്ടിട്ടില്ലേ? ഇപ്പം വെളിക്ക് ഇറങ്ങണം എന്ന് പറയുക ആരെങ്കിലും, പറമ്പ് പോവുക എന്ന് പറയുക ആരെങ്കിലും, കണ്ടത്ത് പോവുക എന്ന് പറയുമോ? ആത്ത് പോവുക എന്നാണ്. ഉമ്മറത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, മാഷ് ഇരിക്കട്ടെ ഞാനൊന്ന് ആത്ത് പോയിട്ട് തട്ടേന്ന് പറഞ്ഞാൽ. ഇതൊക്കെ അകത്താ, പറമ്പിലൊന്നുമല്ല. എന്നിട്ട് രാത്രിയിൽ നമ്മൾ അതിനും തലവെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് എല്ലാ ക്ഷീണം പറഞ്ഞു, ഭയങ്കര ക്ഷീണം. അങ്ങോട്ട് തലച്ച് കിടന്നുറങ്ങിയിട്ടാ വെറുന്നല്ല. എല്ലാത്തിലും നമ്മൾ PSCക്കൊന്നും വരുന്ന ചോദ്യമൊന്നുമല്ല. പ്രകൃതി വിരുദ്ധനായി ജീവിക്കുന്ന ലോകത്തിലെ ജീവിയുടെ പേരെന്താണ്? എന്താ? പ്രകൃതി വിരുദ്ധനായ ലോകത്തിലെ ഒരേ ഒരു ജീവിയുള്ളൂ, മനുഷ്യൻ. പ്രായമാവാത്ത ഇണകളെ പിടിച്ച് പീഡിപ്പിച്ച് കടിച്ച് കൊന്ന് കാട്ടിലെറിയുന്ന ജീവിയുടെ പേരെന്താണ്? വേറെ ഏതെങ്കിലും ഒരു ജീവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രായമാവാത്ത ഇണേൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് പോകുന്നവനെ കണ്ടിട്ടുണ്ടോ? അവൻ്റെ പേരാണ് മനുഷ്യൻ എന്നാണ്. ഇത് മാറണമെങ്കിൽ മനസ്സ് സ്വസ്ഥമാവണം. മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ദിവസവും നിങ്ങൾ പോത്തിനെ തിന്നുന്ന അവസ്ഥയാണെങ്കിൽ തിന്നണ്ടെന്ന് ഞാൻ പറയുന്നില്ലേ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ സ്കൂളുകളിലും പോത്തിറച്ചി കൊടുക്കട്ടെ. അപ്പം കോഴിമുട്ട കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി ബീഫ് ബിരിയാണി കൊടുക്കട്ടെ. അങ്ങനെയാകുമ്പോൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ HMനെ കണ്ടാൽ കുട്ടികൾ പറയും, സാർ ഞാൻ പൊട്ടേന്ന്. എന്തിനാ ഈ കാട്ടുപോത്തും പന്നിയും ഈ ആനയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്നറിയോ? അവരും തമ്മിലൊരു വ്യത്യാസമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള സിനിമയുടെ അശോകം പറഞ്ഞ പോലെ എനിക്ക് എഴുതാൻ അറിഞ്ഞൂടല്ലോ, എന്താ വായിക്കാൻ അറിഞ്ഞൂടല്ലോ, എന്താ പറയുന്നത്? അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളൂ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അവർ തമ്മിൽ പറഞ്ഞിട്ടാ നമ്മളെക്കാട്ടും ഭീകരന്മാരായി ഇപ്പോൾ നാട്ടിലുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാൻ. അവർ വേണേൽ കാട്ടിലേക്ക് വന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ കാടൊക്കെ മരത്തിൻ്റെ മുകളിൽ വീടുണ്ടാക്കുക. ഇപ്പോൾ പണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ വീട്, ഇപ്പോൾ വീണ്ടും തുടങ്ങി. നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോവുക, ഗുഹേൻ്റെ അകത്തേക്ക് പോവുക, കാട്ടിലേക്ക് പോവുക. ഇവിടുത്തെ 2 കൊല്ലം മുമ്പാണ് കാട് കയറി മലേൻ്റെ മുകളിൽ പോയിട്ടൊരു മലേൻ്റെ പൊത്ത് കുടുങ്ങി. അപ്പോൾ എന്നോട് പലരും വിളിച്ചു വെച്ചു, ഞാനും പൊത്തിലേക്ക് പോയാലോ എന്ന്. വീടില്ലാത്തവരാണ്. നമ്മൾ പൊയ്ക്കോ, ഏതെങ്കിലും മല കയറിക്കോ. നമ്മൾ മനുഷ്യരിപ്പോൾ അങ്ങോട്ട് മലയിലേക്ക് പോവുകയാണ്. ഒരു സ്ഥലത്ത് ഒരു ജീവിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മനുഷ്യൻ സ്വസ്ഥതയ്ക്ക് പോകുന്നു എന്നാണ് പേര്, പക്ഷേ അവനാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നവനായിട്ടൊന്ന് മാറിയിരിക്കുന്നത് സമൂഹത്തിലും കാട്ടിലും നാട്ടിലും. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഭക്ഷണ രീതികൾ പോകുന്നത്, നമ്മുടെ വസ്ത്ര രീതികൾ പോകുന്നത്. നല്ല വസ്ത്രം ധരിക്കുന്നു. ഇവിടെ അമ്മമാരൊക്കെ ഇങ്ങനെ ഇന്ന് വരവാഘോഷത്തിനൊക്കെ വേണ്ടി നല്ല വസ്ത്രം ധരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി, എത്ര സുന്ദരികളും സുന്ദരന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. സുന്ദരികളല്ലേ? ആണോ? എല്ലാം നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടായിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പലയിടങ്ങളിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ, ചില ആളുകൾ ധാരണ വസ്ത്രം എവിടെയെങ്കിലുമൊക്കെ കീറി മുറിച്ചാലാണ് സൗന്ദര്യം ഉണ്ടാവുക എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പാൻറ്റിന് 5 കീറൽ വേണമെന്നാണ് പറഞ്ഞത്.
അതെവിടെയൊക്കെയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കയറിലിട്ട് നടക്കുന്ന ആളുകളോട് ചോദിക്കുക. പിന്നെ പണ്ട് 80കളിൽ ജയൻ ഉടുത്തിരുന്ന പാൻറ് ഉണ്ടായിരുന്നു, 32 ഇഞ്ച് ബെൽ ബോട്ടനുള്ള പാൻറ്. ആ പാൻറ്റാണ് ഇപ്പം പലാസ എന്നൊക്കെ പറഞ്ഞിട്ടും ഹുഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രധാരണം എന്തിനാണെന്ന് തിരിച്ചറിയാതെ. പക്ഷേ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ലളിതമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ആ സംസ്കാരം നിലനിർത്താനും നമ്മളിൽ അശുദ്ധിയൊന്നും ഏൽക്കാതിരിക്കാനും ശുദ്ധമായ വസ്ത്രം, ലളിതമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. മയക്കുമരുന്നോ മദ്യമോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഒരു വ്രതത്തിലും നമ്മൾ അത്തരം കാര്യങ്ങൾ സാത്വിക വ്രതത്തിലില്ല. പിന്നീട് പല സ്ഥലങ്ങളിൽ പല ആളുകൾ കൊണ്ടുവന്നതാണ് ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ. വടക്കൻ കേരളത്തിൽ ചിലയിടത്തുണ്ട്, ഏത് സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീടൊക്കെ, വടക്കൻ കേരളത്തിലുള്ള ഒരു ഭാഗം. ഇവിടെയൊക്കെ വടക്കാണ് ഏതാണ്ട്. അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടൻ ചോദിച്ചു, അല്ല നമുക്ക് ഈ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട് അല്ലേ മരിച്ചുപോയ ആളുകൾക്ക്. അപ്പോൾ കൊടുക്കുക പിന്നെ നമുക്ക് നടത്തണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സാധുപൊടി എഴുതിയപ്പട്ടിയും വെച്ചു കൊടുക്കുക, അതാണ് നല്ലത്. ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ വെച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളും കോഴിയൊക്കെ വെക്കുക, എന്നിട്ട് ആരെങ്കിലും ഒളിച്ചു കുത്തിട്ട് അതെടുത്ത് കുടിക്കുക. ആചാരമെന്ന് പറയും ഒരു ആചാരവുമില്ല. ഭാരതീയർക്ക് അങ്ങനെ ഒരു ആചാരമേ ഇല്ല, വേണ്ട. പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ ഒരു ആനയുണ്ട്, അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിങ്ങനെ തുമ്പിക്കൈ ആട്ടിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു. എൻ്റെ മാഷേ, നിങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ എന്നെക്കുറിച്ചൊന്ന് പറയണേ. ഞങ്ങൾ തമ്മിലൊരു സംവാദം നടന്നു, ഞാനത് പറഞ്ഞു കൊടുത്തു. ക്ഷേത്രത്തിൻ്റെ ആചാരത്തിൽ വേണ്ടാത്ത സാധനമാണ്, ആവശ്യമില്ലാത്ത സാധനമാണ്, ആചാരത്തിൻ്റെ ഭാഗമല്ല ആന എഴുന്നള്ളത്തും ആനയോട്ടമൊന്നും. ഇപ്പോൾ ആനയല്ല ഓടുന്നത്, ആനയടയും നാട്ടുകാർ ഓടും. അപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ക്ഷേത്രത്തിൽ, നാട്ടുകാരോട്ടം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കരിമരുന്ന് പ്രയോഗം, വെടിവഴിപാടുണ്ട്. പഴയകാലം മുതലേ വെടിമരുന്ന് ലോകത്തിലാദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഭാരതത്തിലാണ്. ചായലും മനയോലയും വെടിയുപ്പും ഗന്ധവും ഒക്കെ ചേർത്തിട്ട് വെടിക്കെട്ടിനുള്ള കുറ്റീന് അതിനനുസരിച്ചുള്ള ഇതിൽ നിറച്ചിട്ട് കുച്ചി പൊട്ടിക്കുന്നില്ലേ, കൃഷ്ണൻകുട്ടി 2 വെടി ഠേ ഠേ എന്ന് അന്തരീക്ഷം ശുദ്ധമാവും. ഗന്ധകവും മനയോലയും ചായലും ഒക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഇന്ന് അന്തരീക്ഷം ശുദ്ധമാവുകയല്ല, അശുദ്ധിയാവുകയാണ്. കൊട വിരിഞ്ഞിട്ട് താഴേക്ക് വീഴുമ്പോൾ കെമിക്കലാണ് ചൈനയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. ആ ആന എഴുന്നള്ളിക്കാനും ഈ വെടിക്കെട്ടിന് അല്ലെങ്കിൽ ഈ കരിമരുന്ന് കമ്പക്കെട്ട് കണ്ടില്ലേ, ഒരു 2 മാസമായിട്ടില്ലല്ലോ കേരളത്തിൽ കമ്പക്കെട്ട് തീപിടിച്ച് പൊട്ടിയിട്ട് 35 വീടുകൾ നശിച്ചുപോയി. നമ്മുടെ വീടാണെങ്കിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ, ഒരായുസ് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളായതൊക്കെ. കരയാണ് ഓരോരുത്തർ നിന്നിട്ട് എന്താ ചെയ്യാൻ ചോദിച്ചിട്ട്. ക്ഷേത്രങ്ങൾ അതിനുള്ളതല്ല. ആ കാശ് എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് ഒരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കുക, ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുക. കിടപ്പ് രോഗികളൊക്കെ ധാരാളം നമ്മളെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ അവരെ കുടുംബക്കാരെ വിളിച്ചിട്ടല്ലേ അവർ വീടുകളിലേക്ക് പോയിട്ട് അവർക്ക് മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓരോ ക്ഷേത്രത്തിൻ്റെയും പേരിൽ ഒരു മൊബൈൽ യൂണിറ്റായിട്ട്, ICU യൂണിറ്റായിട്ട് ഒരു ആംബുലൻസ് ഉണ്ടാവട്ടെ. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചാൽ വരണം, പാതിരിക്കും പുലച്ചയ്ക്കും വരണം. എന്തൊരു സഹായത്തിനും ഒരു വണ്ടി ക്ഷേത്രത്തിൽ ഉണ്ടാവണം. നമ്മൾ ഇത്രയും പേര് ഈ സമൂഹത്തിൽ ആരായാലും ശരി, ഏത് മതവും ജാതിയൊന്നുമില്ല, ക്ഷേത്രത്തിൻ്റെ ഓഫീസിൽ വിളിച്ചാൽ പാതിരിക്ക് ആളുണ്ടാവണം, നമുക്ക് വാഹനം കിട്ടണം. ഇങ്ങനെ സഹായങ്ങൾ, ഈ സേവനമാണ്. അതാണ് നരസേവ, നാരായണ സേവ എന്ന് പറയുന്നത്. മനുഷ്യനെ സംരക്ഷിക്കലാണ് ഈശ്വരനെ പൂജിക്കുക. സേവനം, സ്നേഹം, സേവനം, ത്യാഗം, സമർപ്പണം, ഈ 4 എടുത്തു കളഞ്ഞാൽ ഭാരതം ഒരു വട്ടപൂജ്യമായി മാറും എന്ന് പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ. കാവി ധരിച്ച് ലോകം മുഴുവൻ പ്രഭാഷണങ്ങളിലൂടെ കീഴടക്കിയ അസാമാന്യ ശക്തിയുടെ, ധീരതയുടെ, കരുത്തിൻ്റെ, യുവത്വത്തിൻ്റെ പ്രതീകമാണ്. യുവജന ദിനം നമ്മൾ ആചരിക്കാറുണ്ട്. വിവേകാനന്ദൻ്റെ ജനുവരി 12. ആ വിവേകാനന്ദനെ പഠിച്ചാൽ മതി. ഹേ ഹിന്ദുക്കളെ, കഥയില്ലാത്ത 33 കോടി ദേവതകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകട്ടെ.
ഇനിയുള്ള 50 വർഷക്കാലം ഈ ഭാരതാംബ മാത്രമായിരിക്കണം നിങ്ങളുടെ ആരാധ്യ ദേവത. ജപമാലയും കമണ്ഡലവും യോഗദണ്ഡും അറബിക്കടലിൽ വലിച്ചെറിയൂ എന്ന് പറഞ്ഞ ആളാണ് വിവേകാനന്ദ സ്വാമികൾ. ക്ഷേത്രം വേണ്ടാന്നാണോ അദ്ദേഹം പറഞ്ഞത്? ജപമാല വേണ്ടാന്നാണോ അദ്ദേഹം പറഞ്ഞത്? യോഗദണ്ഡ് വേണ്ടാന്നാണോ പറഞ്ഞത്? ദൈവങ്ങൾ വേണ്ടാന്നാണോ പറഞ്ഞത്? നിങ്ങൾ ദൈവങ്ങളുടെ പേരിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്താഹം നടക്കുമെന്ന് വിചാരിച്ചോടെ. 9 മണിക്ക് 10 മണിക്ക് സപ്താഹം തുടങ്ങി. സപ്താഹം വായനക്കാരനും കഥ പറയുന്ന ആളും അയാളൊരു ചിങ്കിടിയും 2 കമ്മിറ്റിക്കാരും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. 12 മണിയാകുമ്പോഴത്തേക്കും ഉരുണ്ടി പിടിച്ച് കുട്ടികൾ ബൈക്കിനൊക്കെ വരും. അമ്പലത്തിൽ സപ്താഹമാണ്, ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്, കഥ കേൾക്കാനല്ല. ഭക്ഷണം കഴിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരരുത്. 7 ദിവസവും 4 ദിവസമൊക്കെ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ രാവിലെ പുട്ട്, പപ്പടം, പിന്നെ ഉപ്പുമാവ്, കാപ്പി, സാമ്പാർ. ഉച്ചയ്ക്ക് 2 കൂട്ടം പായസം, പഴം, പപ്പടം. കണ്ടമാനം പഴം കളയുക ചെയ്യുന്നുണ്ട്. എന്നിട്ട് കമ്മിറ്റിക്കാർ പറയും ഇന്ന് 50,000 ആളാകട്ടെ ഭക്ഷണം കഴിച്ചത്, 25,000 കുഴിച്ചിട്ടതാണ്. അവിടെ 3 ആന. നമുക്കൊരു 13 കൊണ്ടുവന്നാലോ? തൊടുപുഴയിൽ നിന്ന് കൊണ്ടുവരാം. അവിടെ ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ട്. എങ്ങനെ കൊണ്ടുവരും? ലോറി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു കോയിന്നക്കുട്ടിയ ഗോപാലകൃഷ്ണൻ, ഒരു പേരാ എനിക്കറിയില്ല, അത് പറഞ്ഞില്ല, പേപ്പർ കണ്ടിട്ടില്ല ഞാൻ. പാലക്കാട് ഏതൊരു ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ പുലച്ചയ്ക്ക് അതിൻ്റെ ഡ്രൈവറും ഈ പാപ്പാനും കൂടെ കാപ്പി കുടിക്കാൻ അടുത്ത പീടികയിലേക്ക് ഇറങ്ങിയപ്പോൾ ആന അടുത്ത് ചാടി ഓടി ലോറീൻ്റെ മുകളിൽ. വായിച്ചില്ലേ? ചുറ്റുപാട്ട് 2 കോടി രൂപയുടെ നാശം ഉണ്ടാക്കിയത്. എന്തിനാ കെട്ടി പാവത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നേ? മനുഷ്യന് തന്നെ അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ചൂടെടുത്തിട്ട്. എന്നിട്ട് ഈ ജീവി ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നറിയോ? ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. 100 കണക്കിന് ലിറ്റർ വെള്ളം കുടിക്കുകയും വെള്ളത്തിൽ കുളിക്കുകയും അല്ലെങ്കിൽ പൊട്ടിമണ്ണ് വാരിയിടുകയും ചെയ്താൽ മാത്രമേ ഈ ആനയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇവിടെ നോക്ക്, ദൈവത്തിനെ നോക്ക്, അയ്യപ്പനെ. ആനയ്ക്കെന്താ അയ്യപ്പൻ? ോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ, മണിക്കോവിനിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. അമ്പലത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന് ആനയെ ഇടഞ്ഞിട്ട് ഓടിയിട്ട് നാട്ടുകാരെ കൊല്ലുന്ന കണ്ടപ്പോൾ എല്ലാവരെയും ഓടി പുറത്താക്കിയിട്ട് ആനേനെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ ലോക്ക് ചെയ്തു, വെടിവെക്കാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ ഒരു കഥയുണ്ട്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹ്യന്റെ മകൻ എന്ന് പറയുന്ന കവിതയാണ്. വെടിവെച്ചു ആനയെ. ഇന്നത്തെ പോലെ മയക്കുവെടിയല്ല, ഇന്ന് മയക്കുവെടി വെച്ചിട്ട് ചത്തുവാണ് അല്ലേ? പക്ഷെ നമുക്ക് മറ്റേ ഇയാളെ കിട്ടിയില്ലല്ലേ മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിനെ പുറകാടുന്നിരുന്നല്ലോ. മകനെ വിട്ട് കളഞ്ഞു. മകനെ വേറെ 3 ആളത്തിനെയും കൂട്ടിയിട്ട് വന്നു. ധൈര്യം ഉണ്ടേ വെക്കടാന്ന് പറഞ്ഞു. ആരും വെക്കാൻ പോയില്ല. ഒന്നിനു കൊണ്ടാ മറ്റോമാരും ഇങ്ങോട്ട് വരും. ത്യോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ, വെടികൊണ്ട ആന കരഞ്ഞു വിളിച്ചത്. മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം കേട്ടില്ല. മനുഷ്യന്റെ ദൈവത്തിന് ആനയുടെ വിളി കരച്ചിൽ കേൾക്കാൻ പറ്റിയില്ല. എങ്കിലും അത് ചെന്ന് മാറ്റൊലിക്കൊണ്ടു പുത്രസങ്കടം സഹിയാത്ത സഹ്യന്റെ ഹൃദയത്തിൽ. ആ സഹ്യസാനുക്കളിൽ ആ മാമലക്കൂട്ടങ്ങൾക്കിടയിലൂടെ കളിച്ചു വളർന്ന ആനക്കുട്ടിയെ ആ സഹ്യന്റെ മകനാണ്. ആ സഹ്യപുത്രൻ പെടഞ്ഞു മരിച്ചപ്പോൾ ആ മല കരഞ്ഞിട്ടുണ്ടാവും എന്നാണ് കവി പറയുന്നത്. കവിക്കത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ആനയും ഭയങ്കരമാണ്, വെടിക്കെട്ട് ഭയങ്കരമാണ്. ദുരിതം വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കണം. ആനയുടെ നള്ളത്തും കരിമരുന്ന് പറയുമോ? എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ നമ്മൾ സർക്കാരിനെ കുറ്റം പറയാനോ ഭരണക്കാരെ കുറ്റം പറയാനോ പഞ്ചായത്ത് മെമ്പറെ കുറ്റം പറയാനോ ഒന്നും പോകണ്ട. നമ്മുടെ നാട്ടിൽ സേവനങ്ങൾ ക്ഷേത്രത്തിലൂടെ ചെയ്യാം. പത്രസമ്മേളനം വിളിച്ച് കുറേ അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് ഭരിക്കുന്നവരായിരിക്കില്ല, നാളെ ഭരിക്കുന്നു, മറ്റന്നാൾ ഭരിക്കുന്നു, പിന്നെ എല്ലാവരും കൂടി ഭരിച്ചു എന്നൊക്കെ വരും. ഇതൊക്കെ വ്യത്യാസം വരും. ആരൊക്കെ എന്തൊക്കെ ചെയ്യും? പലതിലും ചെയ്യില്ല. നല്ലത് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ മതത്തിലും ഉണ്ട്. നല്ലത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. മതമല്ല വലുത്, നമുക്ക് മതമില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിൽ മതവും ജാതിയും ഒന്നുമില്ല. പലയിടങ്ങളിലും നമ്മളെ ആരോ ഒറ്റപ്പെടുത്തുന്നുവെന്നും നമ്മളെ വെറുതെ ആക്കുന്നുവെന്നും ഒക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ. ഒന്നും വിചാരിക്കരുത്. നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും വേണ്ട. എല്ലാവരെയും രക്ഷിക്കാനുള്ളൊരു കേന്ദ്രമായിട്ട് ഇത് മാറണം. അതിന് ആചാരങ്ങൾ വേണം, നമുക്ക് ശുദ്ധി വേണം, നമുക്ക് ഐക്യം വേണം. ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രമെന്ന് സമൂഹത്തിനെ കാണിച്ചു കൊടുക്കണം. അത് കാണിക്കണമെങ്കിൽ നാമജപം വേണം. എങ്ങനെയാണ്? രാമനാമം ജപിച്ചിട്ടാണ് കാട്ടാളനെ മഹാകവിയാക്കി മാറ്റിയത് ഭാരതത്തിൽ. നടക്കുന്ന കേസാണോ? നടക്കൂ? മരീചൻ, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു 7 സന്യാസിമാർ, സപ്തർഷികൾ
കാട്ടാളം പിടിച്ചു പറിക്കാൻ വന്നതാണ്. അവനോട് പറഞ്ഞു, ചില കാര്യങ്ങൾ പറഞ്ഞു, അവനെ ബോധ്യപ്പെടുത്തി. അവൻ രാമനാമം തുടങ്ങി. അവനാണ് രാമായണം എഴുതിയത്. രാമായണം എഴുതുമ്പോൾ അതിന് പ്രേരകമായി തീർന്നത് പിന്നീട് 2 പക്ഷികളെ കണ്ട ഏതോ ഒരു വനവേടൻ അതിനെ എഴുതു വീഴ്ത്തിയപ്പോൾ അറിയാതെ മനസ്സിൽ നിന്ന് വരുന്ന ആ വേദനയിൽ നിന്ന്, അല്ലേ, ക്രൗഞ്ചദുന്ദു വിയോഗോഥ ശോകം ശ്ലോകത്വമാകത എന്ന് ദണ്ഡി എഴുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ച്. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിന്റെ ദുഃഖം കണ്ടപ്പോൾ ഒരു ശ്ലോകം പരന്നൊഴുകി. ആ കാട്ടാളനായിരുന്ന രത്നാകരൻ അന്നു മുതൽ വാൽമീകി മഹർഷിയായി മാറുകയാണ്. മാ നിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമ യത് ക്രൗഞ്ചമിഥുനാത് ഏകമവധി കാമമോഹിതം. കാട്ടാള, നിന്റെ മനസ്സ് കെട്ടുപോകട്ടെ. നമ്മുടെ മനസ്സിലാണ് ദുഷ്ടതകൾ ഉള്ളത്. നമ്മുടെ ശത്രു നമ്മളാണ്. മനുഷ്യന്റെ ശത്രു മനുഷ്യനാണ്. മറ്റുള്ളവരോട് സ്നേഹമുണ്ടോ? നമുക്ക് പ്രണയമുണ്ടോ? പ്രേമമുണ്ടോ? കാമിനിമാർ, കാമുകന്മാരെ കഷായത്തിന് വിഷം കലക്കിയിട്ട് കൊടുക്കും. പ്രണയം അതാണ്. ഭഗവാൻ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം എന്താണെന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഭഗവാൻ ഒരിക്കലൊരു തലവേദന വന്നു. സാധാരണ മനുഷ്യനാണല്ലോ, അവതാര പുരുഷനാണെങ്കിലും. അങ്ങനെ പലരും വന്ന് അവസാനം ഒരു വൈദ്യൻ പറഞ്ഞു, ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അവരുടെ കാലിനടിയിൽ പറ്റിയ മണ്ണ് അങ്ങനെ തന്നെ പാദം കൊണ്ട് ചവിട്ടിയ എങ്കിൽ ഭഗവാന്റെ ശിരസിൽ കാല് വെച്ചാൽ ഭഗവാന്റെ തലവേദനയും പ്രശ്നങ്ങളൊക്കെ തീരും. പലരും പറഞ്ഞ ആളുടെ പേരൊന്നും പറയുന്നില്ല. ചില കാമിനിമാരും ഭാര്യമാരൊക്കെ പറഞ്ഞു, അയ്യോ ഭഗവാന്റെ തലയിൽ കാല് വെക്കുക, ഞാനില്ല, നരകത്തിൽ പോവും. നരകവും സ്വർഗവും ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. രാധ അവിടെ വന്നിട്ടാണ് ബ്രേക്ക് ഇട്ടത്. എവിടെ? ഭഗവാന്റെ തലയിൽ. ഭഗവാന്റെ സുഖിടുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ അസുഖങ്ങൾ മാറാൻ, നമ്മുടെ ചുറ്റുപാടിലുള്ള നാട്ടുകാരുടെ, നമുക്ക് സ്നേഹമുള്ളവരുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ സമൂഹത്തിലെ വിഷമങ്ങൾ തീരാൻ നമ്മൾ എന്തും സ്വീകരിക്കാൻ തയ്യാറാവും. അങ്ങനെ തയ്യാറാവുന്നവന് നരകമില്ല. നരകവും സ്വർഗവും ഭാരതീയർ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പാശ്ചാത്യ മതങ്ങളുടെ ചിന്തയാണ് നരകവും സ്വർഗവും. നരകം എന്ന് പറയുന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം മനുഷ്യന്റെ തലാന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ നരകം ഏതിലൂടെ ഉണ്ടാവുന്നത്? നമ്മുടെ തലയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വയമേവ ഗമിക്കാവുന്നത്, അവനവൻ വിചാരിച്ചാൽ എത്തിച്ചേരാവുന്നത്. അതും നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം. അതാണ് അനാമിക ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിച്ചാലേ നമ്മൾക്ക് മാർക്ക് കിട്ടും. വേറെ ആരും വിചാരിച്ചാലും കിട്ടില്ല. നമ്മളെ തോൽപ്പിക്കാനും പറ്റില്ല. യു ക്യാൻ കിൽ ബട്ട് നെവർ ഡിഫീറ്റ് മീ. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്, പാശ്ചാത്യ എഴുത്തുകാരനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് ചെഗുവേരയെ ആവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം. യു ക്യാൻ കിൽ ബട്ട് നെവർ ഡിഫീറ്റ് മീ. നമ്മുടെ അതിരെന്ന് പറഞ്ഞാൽ ആകാശമാണ്. ആകാശത്തിന് അതിരുണ്ടോ മക്കളെ? നിങ്ങൾക്ക് ഉയരാം, വാനോളം ഉയരാം, എവിടേക്കും പോവാം. ഒരു പാവം പയ്യൻ ഇതുപോലെ ഒരു അമ്പലപ്പറമ്പിലെ ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനെ കാശൊന്നുമില്ല കയ്യിൽ, ദരിദ്രനാണ്. അവൻ നോക്കിയിരുന്നത് പല നിറത്തിലുള്ള ബലൂണുകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് പറത്തി വിടുകയാണ് പല കുട്ടികളും. അവരുടെ കുട്ടികളുടെ ഒക്കെ വസ്ത്രത്തിന്റെ നിറമൊക്കെ കണ്ട് ഇവനിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അവന് നല്ല വസ്ത്രമൊന്നുമില്ല, പാവമാണ്. ആളുകൾ ഒതുങ്ങിയ സമയത്ത് ആ ബലൂൺ വെക്കുന്ന മാമൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, കറുത്ത ബലൂൺ ആകാശത്തിൽ പൊന്തുവോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ പൊങ്ങാറെ? അല്ല, എല്ലാവരും കളർ ബലൂണുകളല്ലേ. അടാ, ബലൂണിൻ്റെ കളറല്ല, അതിൻ്റെ അകത്തുള്ള ഒരു കരുത്തുണ്ട് അല്ലേ, ഒരു വാതകം നിറയ്ക്കും അതിനകത്ത്. അതാണ് അത് ആകാശത്തിലേക്ക് വിടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ നിറമല്ല, നമ്മുടെ കുലമല്ല, നമ്മുടെ ജാതിയല്ല, നമ്മുടെ വർഗമല്ല, വർണ്ണമല്ല, രാഷ്ട്രീയമല്ല, നമ്മുടെ മതമല്ല. മനുഷ്യന്റെ ഉള്ളിലുള്ള ഈശ്വരീയമായ തനിമ, ആത്മന്റെ തനിമ, അത് ഈശ്വരീയമാണ്, ശിവനാണ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ഞാൻ ശിവനാണ്. ആ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ബ്രഹ്മചൈതന്യമായിട്ട്. അതാണ് ബ്രഹ്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ക്രിയേറ്റീവ് എനർജി. അത് ഈ ലോകം മുഴുവൻ നിലനിർത്തുന്ന വൈഷ്ണവ ചൈതന്യമാണെന്നൊരു പേര് കൊടുത്തു, വിഷ്ണു. വിശ്വം വിഷ്ണു വശൽക്കാരം ശിവപുരാണത്തിൽ പറയുന്നു. അത് മാറ്റേണ്ടതിനെ മാറ്റുന്നു, ഡീകമ്പോസിങ്. ആ എനർജിയെ
ശിവൻ എന്ന് വിളിക്കുന്നു. ഈ മൂന്നും പ്രപഞ്ചത്തിൽ ഉണ്ട്. ഈ ഭൂമിയിൽ വെള്ളമുണ്ട്, വെള്ളത്തിനകത്ത് വെളിച്ചമുണ്ട്, വെളിച്ചത്തിനകത്ത് വായുവുണ്ട്, ഓക്സിജനുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ അഞ്ചല്ല ഒന്നാണ്. ഏകം സത്ത് വിപ്രാഭൗദാവദന്തി. എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് വ്യത്യസ്തമാണെന്ന് തോന്നാം, നമ്മളൊക്കെ വ്യത്യസ്തരാണെന്ന് തോന്നാം. നിങ്ങൾ വേറെ ജാതി, ഞാൻ വേറെ ജാതി, അവൻ വേറെ മതം, ഇവൻ വേറെ മതം. വിഡ്ഢികളെ, ഏകം സത്ത്, സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങളും എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു നമ്മുടെ ആത്മൻ? നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് നമ്മൾ ജനിച്ചത്? ആണോ? നേരത്തെ വിളിച്ചോ ചേച്ചി, നിങ്ങൾ ജനിക്കാൻ പോകട്ടോ. നമ്മൾ പറയും എനിക്ക് ജനിക്കേണ്ട, അവിടെ കിടക്കുന്നതാ സുഖം എന്ന് പറയും, ഗർഭാശയത്തിൽ. ഇവിടെ നിന്നാകുമ്പോൾ ഇപ്പോൾ അങ്ങനെ ടി വി കാണുന്ന പോലെ ഇങ്ങനെ സാധനം കിട്ടിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് വന്നാലോ നമ്മൾ സമ്മതിക്കുമോ? നമ്മളൊരാൾ വിളിച്ചിട്ട് പറയും നീ പുറത്ത് വന്നോക്കടാ, നീ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ തുമ്പിയുണ്ട്, വണ്ടുണ്ട്, പൂമ്പാറ്റയുണ്ട്, ആനയുണ്ട്, ചേനയുണ്ട്, ചക്ക മാങ്ങയുണ്ട്. വെറുതെ പറയല്ലേ എന്ന് പറയാം. നമ്മളിതൊന്നും കണ്ടില്ലല്ലോ. നമ്മളിവിടെ എത്തി ഇതൊക്കെ കാണുന്നു. ഇനി നമ്മളോട് പറയാണ് മരണാനന്തരത്തിൽ നമ്മളോട് കളവ് പറയും, നിങ്ങൾ നരകത്ത് പോകും, സ്വർഗ്ഗം ഇവിടെ എവിടെയും പോകാൻ പോകുന്നില്ല, ഈ വായുവിൽ ലയിച്ചു പോകും. നിങ്ങൾക്ക് നരകഭയവും വേണ്ട, സ്വർഗത്തിലേക്ക് വേറെ സ്ഥലത്ത് പോകുമെന്നും വിചാരിക്കണ്ട. നിങ്ങളിനി പ്രാർത്ഥിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ നരകത്തിൽ പോവില്ല, ക്ഷേത്രത്തിന് വന്നിട്ടില്ലെങ്കിലും നരകത്തിൽ പോവില്ല. പക്ഷേ ക്ഷേത്രവും ആചാരവും നമ്മുടെ ഗൃഹാചാരങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നവർക്കുള്ളതാണ് ആരോഗ്യം, അത്യാവശ്യം നടക്കുന്നവർക്ക് അവർക്കുള്ളതാണ് ആരോഗ്യം. ഇവിടെ വന്നാൽ പ്രദക്ഷിണം ചെയ്യുന്നു, ഗണപതിയെ ഒരു നേരം അല്ലേ, ദേവിമാരെയും അതേപോലെ വൈഷ്ണവ ശക്തിയെയും ഒക്കെ 4 സമയം, ആലിനെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. നമ്മൾ കുറച്ച് നടക്ക്, കുറച്ചു നേരം സ്വസ്ഥമായിരിക്കുക, സാമൂഹ്യ ആരാധന നടത്ത്, നല്ല ഭക്ഷണം പ്രസാദമായിട്ട് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, മറ്റേ വെള്ളങ്ങൾ നിർത്ത്, സീരിയൽ കാഴ്ച കുറച്ചൊന്ന് കുറച്ച്, മാന്തൽ കുറച്ചൊന്ന് നിർത്ത്, ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടുക. പറ്റുമോ? മക്കൾ നന്നാവണമെന്ന് ആഗ്രഹമില്ലേ? രക്ഷിതാക്കൾ വന്നിട്ട് പറയും സാറേ ഈ 8ാം ക്ലാസ്സിലാണ്, നമുക്ക് ഒരു വിചാരമില്ല കേട്ടോ, എഴുന്നേൽക്കുമ്പോൾ 7:30 7:45 മോള് ക്ലാസ്സിൽ പോയിക്കോ. അവള് പോയി. പിന്നെ അമ്മയോട് ഞാൻ ചോദിച്ചു നമ്മളൊരു എത്ര മണിക്ക് എഴുന്നേക്കാല്? ഞാനൊരു 7 7:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. മക്കൾ 7:45 എഴുന്നേക്കുന്നത് വല്ല മോശമാണോ? നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം? എന്നാലല്ലേ മക്കൾ എത്ര മണിക്ക് എഴുന്നേൽക്കുള്ളൂ? മോളെ വിളിച്ചുണർത്തുന്നത് ആരാണ്? കുടുങ്ങിയാണ് അമ്മയെ. അമ്മേനെ വിളിച്ചുണർത്തുന്നത് ആരാണ്? അച്ഛനോ? അലാറം. അലാറം ഇല്ലെങ്കിൽ അമ്മ കിടന്നെടുത്ത് മോളപ്പുറത്ത് കിടന്നെടുത്ത്. അങ്ങനെയാണോ? നമ്മുടെ കഴിവുകളെ നമ്മൾ കെടുത്തി കളയുന്നു. നമുക്ക് സമയനിഷ്ഠയില്ല, കൃത്യനിഷ്ഠയില്ല, സത്യനിഷ്ഠയില്ല. ഇതിൽ പോയാൽ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകും? നല്ല ഭക്ഷണം കഴിക്കണം, നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവണം. നാളെ വേണമെങ്കിൽ പുസ്തകം പിന്നുമായിട്ട് വന്നു എഴുതിയെടുത്തു ഞാൻ പറഞ്ഞ മൂലമന്ത്രങ്ങൾ. ഞാൻ ഉറപ്പിച്ച് പറയാം, ചില മന്ത്രങ്ങൾ നാളെ പറഞ്ഞു തരാൻ വേണമെങ്കിൽ. മൂലമന്ത്രങ്ങൾ ആർക്ക് വേണമെങ്കിൽ, ഏത് മതത്തിലും ജാതിയിലും പെട്ട ആളുകളായിക്കോട്ടെ. എനിക്ക് വേദാന്ത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് എൻ്റെ. ആ ഗ്രൂപ്പിനകത്ത് ധാരാളം ഇതര മതസ്ഥരുണ്ട്. അവരൊക്കെ മന്ത്രം പഠിക്കും, പലതും പറഞ്ഞു കൊടുക്കും ഞാൻ. അവർ ചോദിക്കും ഇതിനെന്താ ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചോളൂ ഇരുന്നിട്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഏത് മതക്കാർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ കാരന്തൂർ ഹരഹര ക്ഷേത്രത്തിലൊക്കെ വന്ന് നോക്ക്, വാവുബലിക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം മതത്തിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ടെന്നറിയാം. 1000കണക്കിന് ആളുകൾ. നമുക്ക് ദൈവികമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കോ പഠനങ്ങൾക്കോ ചിന്തയ്ക്കോ ഒരതിരിടരുത്. ബൈബിൾ പഠിച്ചോട്ടെ നമ്മുടെ മക്കള്, ഖുർആൻ പഠിച്ചോട്ടെ നമ്മുടെ മക്കള്, ഭഗവത്ഗീത പഠിച്ചോട്ടെ. ക്ഷേത്രത്തിൽ ഒരു മതപാഠശാലയുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കട്ടെ. അല്ലേ? നമ്മൾ പഠിക്കുമ്പം ഡാഷ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ പഠിക്കുന്നില്ലേ? നമ്മളെന്താ കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണോ? അല്ല. ഡാഷ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാർക്സ് എഴുതിയിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് കാർൾ മാർക്സ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പഠിക്കുക. ഡാഷ് ക്യാപിറ്റൽ പഠിച്ചു. എന്താ പഠിച്ച മോശം? ഞാൻ BJP കാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരൻ, അത് പഠിക്കണ്ട. ഒരു കാര്യമില്ല, എല്ലാം പഠിക്കണം.